ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഒരു ധ്യാനാനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പെസഹ രഹസ്യങ്ങളുടെ ഏറ്റവും അടുത്ത ആഴമേറിയ ഒരനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ വിശുദ്ധ രഹസ്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആഴമായൊരു ദൈവാനുഭവത്തിന് വേണ്ടി ദാഹിക്കണം. നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇതിലേക്ക് പ്രവേശിക്കണം. ശാലോം ടെലിവിഷൻ ഒരുക്കുന്ന ഈ ധ്യാന വചന സദ്യ വളരെ സ്നേഹത്തോടും താല്പര്യത്തോടും തീക്ഷ്ണതയോടും കൂടി അനുഭവിക്കുവാൻ, ഇതിൻ്റെ പ്രേക്ഷകരായ ഇതനുഭവിക്കുവാൻ കാത്തു നിൽക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ മിശിഹായുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ശാന്തമായിട്ട് മിഴിപൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനാനുഭവത്തിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നല്ല ദൈവമേ, അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ തീക്ഷ്ണമായ അനുഭവത്തിലേക്ക്, അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ രക്ഷാകരമായ കടന്നുപോകലിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ വലിയ ആഴ്ചയിൽ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതം കടന്നു പോകുന്നതിൽ അവിടുന്ന് ഞങ്ങളെ ഉപകരണമാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ആഴമായ പ്രാർത്ഥനാനുഭവത്തിലേക്ക്, വചന ധ്യാനത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക്, സഭാത്മകമായ ജീവിതശൈലിയിലേക്ക് ഞങ്ങളെ നയിച്ചാലും. ഈശോയെ, ഞങ്ങളെ മുഴുവനായിട്ടും തിരുസന്നിധിയിൽ ഇതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, പ്രത്യേകമായ വിധം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവലാളായ വിശുദ്ധ യോസേപ്പ് പിതാവേ, സഭയുടെ കാവൽക്കാരൻ കൂടിയായ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. ഞങ്ങളുടെ പിതാവും ഭാരതത്തിൻ്റെ അപ്പസ്തോലനുമായ മാർത്തോമാ ശ്ലീഹായെ വചനം ഞങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ, സഭയുടെ ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് ഈ മണ്ണിൽ ജീവൻ സമർപ്പിച്ച ധന്യാത്മാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ വലിയ ആഴ്ചയിൽ ഈശോയുടെ പീഡാസഹനങ്ങളുടെ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ദിനങ്ങളിൽ ഉത്ഥാനത്തിൻ്റെ ആ വലിയ മഹത്വത്തിലേക്കും അനുഭവത്തിലേക്കും നമ്മൾ പ്രവേശിക്കണം. സഭ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ വലിയ ആഴ്ചയുടെ അനുഭവം നോമ്പിൻ്റെ പൂർണ്ണമായ ഒരു ദൈവാനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സഹായിക്കുന്നവയാണ്. വലിയ നോമ്പിനെ ആഗോള സഭയുടെ വാർഷിക ധ്യാനമെന്നാണ് സഭാപിതാക്കന്മാരെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ നോമ്പിലൂടെ കടന്നു വന്നിട്ട് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തീക്ഷ്ണമായൊരു പ്രാർത്ഥനാനുഭവം ഈ വലിയ ആഴ്ച സമ്മാനിക്കുന്നുണ്ട്. ഒരു മലമുകളിലേക്ക് ശാന്തമായിട്ട് നമുക്ക് കടന്നു വരാം. ശാന്തതയുടെ പ്രാർത്ഥന ഇടത്തിലേക്ക് കടന്നു വരാൻ കഴിയണം. ഈശോ തൻ്റെ തിരക്കിട്ട ജോലികളിൽ നിന്നും മാറിയിട്ട് മലമുകളിലേക്ക് പോകുന്ന പലപ്പോഴും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഒലിവ് മലയിലേക്ക് മാറിയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് രാത്രിയുടെ യാമങ്ങളിൽ അവൻ തൻ്റെ സമയം മാറ്റിവെക്കാറുണ്ട്. ശാന്തമായ ഇടങ്ങളിലേക്ക്, ഏകാന്തതയിലേക്ക്, സ്വകാര്യതയിലേക്ക് മാറിയിരിക്കാൻ ഈശോ തൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ സമയം കണ്ടെത്തിയിരുന്നു. കാരണം അവിടുത്തേക്ക് അറിയാം, പിതാവുമായിട്ടുള്ള ബന്ധത്തിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ പറ്റുന്നത്. പിതാവുമായിട്ടുള്ള ബന്ധം ആഴത്തിൽ ഉറപ്പിച്ച് എടുക്കുമ്പോൾ മാത്രമാണ് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റുന്നത്. അവൻ മലമുകളിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിക്കാൻ പോയതുപോലെ ശാന്തമായിട്ട് ജീവിതത്തിൻ്റെ വ്യഗ്രതകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും എല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ തിരക്കുകളുടെ ബാഹുല്യങ്ങളുടെ നടുവിൽ നിന്നും ഇത്തിരി അങ്ങോട്ടൊന്ന് മാറിയിരിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. 4 ദിനങ്ങൾ നീളുന്ന ഒരു ധ്യാനമാണ് നമുക്കുള്ളത്. 4 ദിവസവും നമുക്ക് ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് വലിയൊരു ദൈവാനുഭവത്തിന് വേണ്ടി ദാഹിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് മലമുകളിലേക്ക് മാറിയിരിക്കാം. എന്താണ് ഈ മലമുകൾ എന്നൊക്കെ പറയുമ്പോൾ ബൈബിളിൽ അർത്ഥമാക്കുന്നത്? ധാരാളം മലകൾ നമ്മൾ ബൈബിളിൽ കാണാറുണ്ട്. ഹോറേബ് മലയുണ്ട്, മോറിയ മലയുണ്ട്, സീനായ് മലയുണ്ട്, കാർമൽ മലയുണ്ട്, അഷ്ടഭാഗ്യങ്ങളുടെ മലയുണ്ട്.
ഉയർന്ന മലയായ താബോറുണ്ട്, കാൽവരിയുണ്ട്. ഈ മലകളെല്ലാം ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മലകൾ ദൈവം ഇറങ്ങി വരുന്ന ഇടങ്ങളാണെന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം ഇറങ്ങി വരുന്ന ഇടങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ഒരു ഭൗതിക മാത്രമായ ഒരു അർത്ഥത്തിലല്ല. അതിനപ്പുറത്ത് ദൈവ സാന്നിധ്യം നിറയുന്ന അനുഭവങ്ങളായിട്ടാണ് മലമുകൾ അനുഭവങ്ങളെ കാണുന്നത്. അതുകൊണ്ടാണ് ഈശോ മലമുകളിലേക്ക് മാറിയിരിക്കുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നത്. മോശ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന വേളയിൽ മലമുകളിലേക്ക് കയറി പോകുന്നുണ്ട്. മോശയുടെ ദൗത്യം തന്നെ മോശ നിർവഹിക്കുന്നത് ഈ മലമുകളിൽ നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ടാണ്. ഹോറേബിൽ നിന്നാണ് ആ ദൗത്യം ഏറ്റുവാങ്ങുന്നത് തന്നെ. മനോഹരമായ ഒരു സംഭവം നമ്മൾ സുവിശേഷത്തിൻ്റെ താളുകളിൽ, സമാന്തര സുവിശേഷങ്ങളിൽ 3 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കാ സുവിശേഷങ്ങളിലൊക്കെ കാണുന്നൊരു കാര്യമുണ്ട്. ഈശോയുടെ താബോർ മലയിലെ, അല്ലെങ്കിൽ ഒരു ഉയർന്ന മലയിലെ അനുഭവം. തൻ്റെ കടന്നുപോകലിൻ്റെ ദിവസങ്ങൾ അടുത്തു വരുന്ന നാളുകളിൽ അവൻ 3 പേരെ മാത്രം കൂട്ടിക്കൊണ്ട്, 3 ശിഷ്യന്മാരെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അത് മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കാ 9-ാം അധ്യായത്തിലും വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. മർക്കോസിലുമുണ്ട്. അപ്പോൾ ഈ ഒരു മലമുകൾ അനുഭവം എന്താ സൂചിപ്പിക്കുന്നത്? പിതാവിനോട് അടുത്ത് ആയിരുന്നു കൊണ്ട് ആഴമായ ഒരു ബന്ധത്തിലേക്ക് ഈശോ കടക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരിടമാണ് മല. രണ്ടാമത്തെ കാര്യം എന്താണ്? മലമുകൾ വചനം നൽകപ്പെടുന്ന ഇടമാണ്, ദൗത്യമേൽപ്പിക്കുന്ന ഇടമാണ്. 3, മലമുകൾ വെളിപ്പെടുത്തലുകളുടെ ഇടമാണ്. അപ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമാണ്, വചനം സ്വീകരിച്ചുകൊണ്ട് ദൗത്യം ഏറ്റെടുക്കുന്ന ഇടമാണ്, വെളിപ്പെടുത്തലുകളുടെ ഇടമാണ് മലമുകൾ. എന്താ അവിടെ സംഭവിക്കുന്നത് നോക്കിക്കേ. ഈശോയുടെ മാമോദീസ വേളയിൽ ഇത് തന്നെ സംഭവിച്ചു. അവൻ്റെ പ്രാർത്ഥനാനുഭവം, മലമുകൾ അനുഭവം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാനുഭവം തന്നെ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ ധ്യാനത്തിലൂടെ നമ്മളൊരു വലിയ പ്രാർത്ഥനാനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. മാമോദീസ വേളയിൽ സംഭവിച്ചത് തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉയർന്ന മലയിലെ രൂപാന്തരീകരണ അനുഭവത്തിലും ആവർത്തിക്കുന്നത്. മാമോദീസ വേളയിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നാണ് ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സ്വർഗം തുറന്നു, ആത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു, പിതാവിൻ്റെ സ്വരം മുഴങ്ങി. ഈ കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. സ്വർഗം തുറക്കുന്നു, ദൈവസാന്നിധ്യ അനുഭവത്തിലാണ് സ്വർഗം തുറക്കുന്നത്. ദൈവികമായ ഇടപെടൽ അവിടെ സംഭവിക്കുകയാണ്. വചനം നൽകപ്പെടുന്നുണ്ട്, പിതാവിൻ്റെ സ്വരം അവിടെ മുഴങ്ങുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് താബോറിലും സംഭവിക്കുന്നത്. മേഘം ഇറങ്ങി വന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതാണ് ആ മേഘത്തിൻ്റെ കടന്നുവരവ്. ദൈവം കടന്നു വരുന്നതിൻ്റെ, ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവമാണത്. സ്വർഗം തുറക്കുകയാണ് അവിടെ. പിതാവിൻ്റെ സ്വരം മുഴങ്ങുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. അത് മാമോദീസ വേളയിൽ സംഭവിച്ചത് അവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. അതൊരു വലിയ വെളിപ്പെടുത്തൽ കൂടിയാണ്. ദൈവത്തിൻ്റെ വചനം അവിടെ ഒരു വലിയ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ശക്തിപ്പെടുത്തുകയാണ്. മാമോദീസ വേളയിൽ ഒരു ദൗത്യം ഈശോ ഏറ്റെടുക്കുകയാണ്. പിതാവ് ഏൽപ്പിച്ച ദൗത്യം ഔദ്യോഗികമായിട്ട് ഈശോ മാമോദീസ വേളയിൽ ഏറ്റെടുക്കുകയാണ്. ഈ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ നാളുകൾ അടുത്തപ്പോൾ അവരൊരു ഉയർന്ന മലമുകളിലേക്ക് പോയി അവിടെ വെച്ച് പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്വരത്തിന് ഉത്തരം കൊടുക്കുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള വലിയ ദൗത്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ 2 പേര് കൂടെ സന്നിഹിതരാകുന്നുണ്ട്. സ്വർഗത്തെ സൂചിപ്പിക്കുന്ന സ്വർഗവാസികളായ 2 പേര് കൂടെ സന്നിഹിതരാകുന്നുണ്ട്. ആരൊക്കെയാണത്? മോശയും ഏലിയായും. ആരാണ് ഈ മോശയും ഏലിയായും? മോശ നിയമത്തിൻ്റെ സാന്നിധ്യമാണ്, നിയമദാതാവാണ് മോശ. മോശയിലൂടെ നൽകപ്പെട്ടതാണ് ആദ്യ നിയമം. ദൈവം മോശയിലൂടെയാണ് ആദ്യ നിയമം നൽകിയത്. പഴയ നിയമം നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പം നിയമത്തിൻ്റെ സാന്നിധ്യമായ മോശ, പ്രവാചകന്മാരുടെ സാന്നിധ്യമായ ഏലിയ പ്രവാചകൻ. അപ്പോൾ പഴയ നിയമം മുഴുവൻ അവിടെ സന്നിഹിതമാകുന്നു. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമായ മെശിഹായും അവിടെ സന്നിഹിതമാകുന്നു. അപ്പോൾ വചനം അവിടെ പരിപൂർണതയിൽ സന്നിഹിതമാണ്. മോശയും ഏലിയായും അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ്. എന്താണ് ഈ കടന്നുപോകൽ? പെസഹ അനുഭവം. ഇസ്രായേൽ സമൂഹത്തിൻ്റെ പെസഹ അനുഭവം കടന്നുപോകലാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിക്കപ്പെട്ടവർ വലിയ ഒരു കടന്നുപോകൽ നടത്തുകയാണ്. കണ്ണുനീരിൻ്റെ, കഷ്ടപ്പാടുകളുടെ, ബുദ്ധിമുട്ടുകളുടെ മരുഭൂമി താണ്ടിയുള്ള ഒരു യാത്ര. അവർക്ക് നേതാവായിട്ട് മോശയുണ്ട്. മോശ ശക്തി പ്രാപിക്കുന്ന മലമുകളിൽ കയറിയിട്ടാണ്. മലമുകളിൽ സങ്കടങ്ങളുമായിട്ട് മോശ കയറി ചെല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ ആ കടന്നുപോകലിന് ശക്തിയായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. ഇതാ ഇവിടെ മോശയും ഏലിയായും വന്നിരിക്കുന്നു. മോശയും ഏലിയായും വന്നിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? അവനോട് സംസാരിക്കുകയാണ് കടന്നുപോകലിനെക്കുറിച്ച്. താൻ ഏറ്റെടുക്കുവാനിരിക്കുന്ന വലിയ പീഡാസഹനങ്ങളെക്കുറിച്ച്, കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുകയാണ്, ശക്തി പകരുകയാണ്. ദൈവപിതാവ് അവിടെ തൻ്റെ സ്വരം നൽകിക്കൊണ്ട്, തൻ്റെ വചനം തന്നെ ആയവന് തൻ്റെ സാന്നിധ്യം നൽകിക്കൊണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള വലിയ സത്യം ഒരിക്കൽ കൂടി ശിഷ്യന്മാരുടെ അല്ലെ സ്ലീഹന്മാരുടെ പ്രതിനിധികളായ പത്രോസിനും യാക്കോബിനും യോഹന്നാനും വെളിപ്പെടുത്തുകയാണ്. വലിയൊരു വെളിപാട് സഭയ്ക്ക് നൽകുന്നുണ്ട് അവിടെ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിലൂടെ നിങ്ങളും എൻ്റെ പ്രിയപുത്രരാണെന്നുള്ളതാണ് അതിൻ്റെ സൂചന. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്, ദൈവാനുഭവത്തിൻ്റെ ഇടമാണ് മലമുകൾ. ആദ്യത്തെ ആ ഒരു ആശയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ് മലമുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒത്തിരി അസ്വസ്ഥരും ഭാരം വഹിക്കുന്നവരുവാ. പലപ്പോഴും ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ വല്ലാതെ നമ്മളെ വേട്ടയാടുന്നില്ലേ? സങ്കടങ്ങളുടെ പെരുമഴ പലപ്പോഴും നമ്മൾ നനയുന്നില്ലേ? ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് എന്ന മട്ടിൽ കഷ്ടപ്പാടുകൾ നമ്മളെ എതിരേൽക്കുന്നില്ലേ? എന്തെല്ലാം വിഷമങ്ങളാണ് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത്. കടബാധ്യതകളാകും, കഷ്ടപ്പാടുകളാകും, രോഗങ്ങളുണ്ടാകും, ചിലപ്പോൾ അപകടങ്ങൾ തന്നെ ഉണ്ടാകും, തെറ്റുദ്ധാരണകളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്, കുറ്റപ്പെടുത്തലുകളുണ്ട്. ഇങ്ങനെ എന്തെല്ലാം വിഷമങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഒരു കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ഒരു സമർപ്പണ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതുപോലെ നമ്മുടെ വിവിധങ്ങളായ ദൗത്യങ്ങളുടെ പശ്ചാത്തലങ്ങളിൽ എന്തെല്ലാം കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഷ്ടപ്പാടുകളിൽ നമ്മൾ ചിലപ്പോഴൊക്കെ വീണു പോകാനിടയുണ്ട്, ചിലപ്പോഴൊക്കെ വഴിതെറ്റിപ്പോകാനിടയുണ്ട്. തകർന്നു പോകുന്ന അനുഭവങ്ങളില്ലേ? ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാലും നമ്മൾ തകർന്നു പോകുന്ന എത്രയോ അനുഭവങ്ങൾ. തകർന്ന് താറുമാറായ ഒരു മനുഷ്യനെ നമ്മൾ ഓർക്കണം. അതാരാന്നറിയാമോ? ആഗസ്തീനോസ് പുണ്യവാൻ്റെ ചെറുപ്പം. ആഗസ്തീനോസ് തൻ്റെ ചെറുപ്പത്തിൻ്റെ കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് ഒരു തകർച്ചയുടെ വഴിയിലേക്കാണ് അയാളെ എത്തിക്കുന്നത്. യുവത്വത്തിൻ്റെ കുതിപ്പിലും കിതപ്പിലും എല്ലാം വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാ സുഖഭോഗങ്ങളിലും അഭിരമിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അങ്ങനെ തൻ്റെ ജീവിതയാത്ര മുൻപോട്ട്, ഇവിടെ തന്നെ എല്ലാം ഉണ്ട് എന്ന മട്ടിൽ മുൻപോട്ട് പോയി. ലഭിക്കാവുന്ന എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാൻ അയാൾ ശ്രമിക്കുകയാണ്. അവിഹിത ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടു. അങ്ങനെ യുവാവായ ഈ അഗസ്റ്റിൻ എല്ലാവിധ തിന്മകളിലും മുഴുകി ജീവിക്കുകയാണ്. പക്ഷെ അയാൾക്ക് ഒരിക്കലും സ്വസ്ഥതയും ശാന്തതയും കിട്ടുന്നില്ല. സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും സ്വസ്ഥതയോ ശാന്തതയോ യഥാർത്ഥ സമാധാനമോ ആനന്ദമോ അയാൾക്ക് ലഭിക്കുന്നില്ല. അതെല്ലാം കൈവിട്ടു പോകുന്ന അനുഭവം. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് അഗസ്റ്റിന് ഒരു സ്വരം ശ്രവിക്കുന്നത്, അല്ലെങ്കിൽ വചനം സ്വീകരിക്കുന്നത്. ആരിലൂടെ അഗസ്റ്റിൻ വചനം സ്വീകരിച്ചെന്നറിയാമോ? പുണ്യവാനായ അംബ്രോസ് പിതാവിലൂടെ. അംബ്രോസ് പുണ്യവാനിലൂടെ അഗസ്റ്റിൻ വചനം സ്വീകരിക്കുകയാണ്. മിലാനിലെ അംബ്രോസിൻ്റെ ദൈവാലയത്തിലെത്തി പ്രാർത്ഥിച്ച ഒരു രംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും വരുന്നുണ്ട്, ഒരു 5-6 മാസം മുമ്പ്. അപ്പോൾ ആ ഒരു വചനവേദിയുടെ സാന്നിധ്യം ഇപ്പോഴും അവിടെ സൂക്ഷിക്കുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിലെ വിശുദ്ധനാന്ന് ഓർക്കണം അംബ്രോസും അഗസ്റ്റിനുമൊക്കെ. അപ്പോൾ അംബ്രോസ് പുണ്യവാന് വചനം പ്രഘോഷിച്ച ആ ഇടം, ആ ദൈവാലയം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവിടെ വെച്ച് അഗസ്റ്റിൻ്റെ ഹൃദയത്തെ വചനം സ്വാംശീകരിക്കുകയാണ്, വചനം സ്വാധീനിക്കുകയാണ്. ഹൃദയത്തിലേക്ക് വചനം കടന്നു വരുന്നു. റോമാലേഖനം 13-ാം അധ്യായത്തിലെ വാക്കുകളാണ്, വചനമാണ് അദ്ദേഹത്തെ സ്വാധീനിക്കുന്നത്. അന്ധകാരം കടന്നു പോകുന്നു, പകലിൻ്റെ പുതിയ വെളിച്ചത്തിലേക്ക് കടന്നു വരിക. രാത്രി കഴിയാറായി, പകലിൻ്റെ ആയുധങ്ങൾ ധരിക്കുക, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുക. പഴയ മനുഷ്യനെ പാടെ ഉരിഞ്ഞു കളഞ്ഞുകൊണ്ട് പുതിയ വ്യക്തിയായി മാറുക. ഇങ്ങനെയുള്ള അതിശക്തമായ വചനം ചെറുപ്പക്കാരനായ വഴിവിട്ട് നടന്ന, യുവത്വത്തിൻ്റെ കുതിപ്പിലും കിതപ്പിലും ഇടറി വീണ അഗസ്റ്റിനെ വല്ലാതെ സ്വാധീനിച്ചു. അയാളുടെ ഹൃദയത്തിൽ പരുക്കേൽപ്പിച്ചു ഈ വചനം, മുറിപ്പെടുത്തി. അയാളുടെ സത്യം തിരിച്ചറിയുകയാണ്, ഇതുപോലെ പോയാൽ പോരാ, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരണം. ഞാൻ പലതും വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കിട്ടിയെന്ന് ഞാൻ വ്യാമോഹിക്കുമ്പോഴും ഒന്നും കയ്യിലില്ല എന്നുള്ളതാണ് പരമാർത്ഥം. സങ്കടങ്ങൾ എന്നെ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് വേട്ടയാടുന്നു. അഗസ്റ്റിൻ ഒരു പുതിയ തിരിച്ചുവരവിലേക്ക് എത്തുകയാണ്. അയാൾ മാറിയ മനുഷ്യനായി മാറുന്നു. അതിൻ്റെ പുറകിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ മോനിക്ക ഉണ്ടായിരുന്നു എന്ന കാര്യവും നമ്മൾ ഓർത്തിരിക്കണം. അഗസ്റ്റിൻ്റെ ജീവിതത്തിലേക്ക് വചനം കടന്നു വന്നുകൊണ്ട് പരിവർത്തനം വരുത്തുവാൻ പാകത്തിൽ അഗസ്റ്റിനെ ഒരുക്കിയ ഒരു പ്രാർത്ഥനയുടെ ശക്തിയായിട്ട് മോനിക്കാമ്മ ഉണ്ടായിരുന്നു. അതും നമ്മൾ മറക്കരുത്. നമ്മുടെ ജീവിതങ്ങളൊക്കെ തമ്പുരാനിലേക്ക് തിരിച്ചു വരുന്നതിന് കാരണമാകുന്നത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണെന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മളെയൊക്കെ സഹായിക്കുന്നത് കണ്ണുനീരോടുകൂടിയ മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, വൈദികരുടെ, സന്യസ്തരുടെ എല്ലാം പ്രാർത്ഥനയാണ്.
സഭാസമൂഹത്തിൻ്റെ പ്രാർത്ഥനയാണ് വൈദികരെയും സന്യസ്തരെയും ഒക്കെ ശക്തിപ്പെടുത്തുന്നത് എന്ന കാര്യവും ഞാനിവിടെ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു തീക്ഷ്ണമായ ബന്ധത്തിലാണ് അഗസ്റ്റിന് വചനത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അദ്ദേഹം കുറിച്ചിടുന്ന ഒരു കാര്യമുണ്ട്, ലോർഡ് യു ക്രിയേറ്റഡ് മീ ഫോർ യു ആൻഡ് ദെയർഫോർ മൈ ഹാർട്ട് ഈസ് റെസ്റ്റ്ലെസ് അൻറ്റിൽ ഇറ്റ് റെസ്റ്റ് ഇൻ യു. മനോഹരമായൊരു ദൈവാനുഭവം അദ്ദേഹം കുറിച്ചിടുന്നത്. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്നും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്നും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥതയുടെ ഒരു ഭാരപ്പെടുത്തൽ, വല്ലാത്ത ഒരു ഗ്യാപ്പ് പലപ്പോഴും അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ദൈവത്തെ കൊണ്ട് നിറയ്ക്കാത്തത് കൊണ്ടാണ്. ഭൗതിക സുഖം കൊണ്ട് നിറയ്ക്കാനും ലോകത്തിൻ്റെ താല്പര്യങ്ങളും വ്യഗ്രതകളും കൊണ്ട് മാത്രം ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാനും ശ്രമിക്കുമ്പോൾ വല്ലാത്ത ഒരു ഗ്യാപ്പ്, വല്ലാത്ത ഒരു വിടവ് നമുക്ക് അനുഭവപ്പെടും. എന്തോ നമുക്ക് കൈമോശം വന്നു. പലപ്പോഴും മനുഷ്യനത് തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാതെ മദ്യത്തിൽ, മയക്കുമരുന്നിൽ, മറ്റു തിന്മകളിൽ, ലോകത്തിൻ്റെ സുഖഭോഗങ്ങളിൽ, പണത്തിൽ, ഇങ്ങനെ പലതും മനുഷ്യൻ ആശ്രയം കണ്ടെത്തിയിട്ട് ഈ വലിയ ഒരു വിടവ് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ അതൊരിക്കലും നികത്തപ്പെടുകയില്ല. കാരണം ദൈവത്തെ കൊണ്ടാണ് ഇത് നികത്തേണ്ടത്. അഗസ്റ്റിൻ അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ പ്രതിസന്ധികൾ അവനെ വേട്ടയാടിയിരുന്നത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പുതിയ മനുഷ്യനായി മാറിയിട്ട് കുറിച്ചിട്ട വാക്കുകളാണിത്. പിന്നെ ആരായി തീർന്നു ഈ അഗസ്റ്റിൻ? നമുക്കറിയാം, 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ പണ്ഡിതനായ വലിയ വിശുദ്ധനും സഭാപിതാവുമാണ് വിശുദ്ധ അഗസ്തീനോസ്. ഒരു കാലഘട്ടത്തിൻ്റെ ചിന്താധാരകളെ തിരുത്തിക്കുറിച്ച, ഒരു കാലഘട്ടത്തെ തിരിച്ചു ചിന്തിക്കാൻ പഠിപ്പിച്ച, ഒരു കാലഘട്ടത്തിലെ സഭയ്ക്ക് വലിയ നേതൃത്വം നൽകിയ മഹാനായ അഗസ്റ്റിൻ എന്നറിയപ്പെടുന്ന പുണ്യവാനായ വിശുദ്ധനായ സഭാപിതാവായ മെത്രാൻ അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്തീനോസ്. ഈ അഗസ്തീനോസിൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ രൂപപ്പെട്ടു വന്ന വിധം എത്ര ശ്രദ്ധേയമാണെന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോൾ അഗസ്റ്റിൻ ഒരു മലമുകളിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഒരു ദൈവമേഖലയിലേക്ക് അഗസ്റ്റിൻ സാവധാനം കടന്നു വന്നു. ഈ ദൈവമേഖലയിൽ എത്തിക്കഴിഞ്ഞപ്പം അഗസ്റ്റിനെ വചനം സ്വാധീനിച്ചു. വചനം അഗസ്റ്റിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവനെ മുറിപ്പെടുത്തി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു. മോശയുടെ ജീവിതത്തിലേക്ക് നോക്ക്. ഹോറേബ് മലയിലേക്ക് മോശ കടന്നു വരുന്നത് കാണുക. ഹോറേബ് മലയിലേക്ക് മോശ കടന്നു വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആടുകളെ മേയിച്ചുകൊണ്ട് അയാൾ അതിലൂടെ നടക്കുന്ന വഴിയിൽ ഒരു വലിയ ദൃശ്യം കാണുന്നു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. എന്തായിരുന്നു ആ ദൃശ്യം? ഒരു മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും കരിയുന്നില്ല. എന്നാൽ പിന്നെ ഈ ദൃശ്യം ഞാൻ അടുത്ത് എന്നൊന്ന് കാണട്ടെ, ഇതൊരു കൗതുകകരമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മോശ അങ്ങോട്ട് അടുത്ത് ചെല്ലുമ്പോഴാണ് ഒരു സ്വരം മുഴങ്ങുന്നത്. കണ്ടോ? മലമുകളിൽ ദൈവസാന്നിധ്യത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം മുഴങ്ങുന്ന കേട്ടോ. അപ്പോൾ ദൈവസാന്നിധ്യത്തിലേക്ക്, ധ്യാനത്തിൻ്റെ മലമുകളിലേക്ക് നമ്മൾ സാവധാനം, അവധാനപൂർവ്വം, പ്രാർത്ഥനാപൂർവ്വം കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം ഇവിടെ മുഴങ്ങും. ഈശോ മിശിഹാ ശ്രവിച്ച സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് ശ്രവിച്ച സ്വരം പോലെ തന്നെ നമുക്കാവശ്യമുള്ള ഒരു സ്വരം അവിടെ മുഴങ്ങും. വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എന്താ മോശയോട് പറഞ്ഞത്? മോശേ, മോശേ, നിന്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. എന്താണ് മോശയുടെ ജീവിതത്തിൻ്റെ പാദരക്ഷകൾ? ഇന്നലകളിൽ അയാൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ പാതുകങ്ങൾ അയാൾ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഈജിപ്തിലേക്ക് ദൈവത്താൽ നിയുക്തനായി ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുചെന്ന് കടന്നു ചെല്ലുന്ന മോശ ഈജിപ്തിൽ ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെ വളർന്നു വരും നമുക്കറിയാം. ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന ഈ വ്യക്തി ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് നിന്നില്ല ചില സമയങ്ങളിൽ. അങ്ങനൊരു വേളയിലാണ് ഒരു ഇസ്രായേൽക്കാരനെ ഈജിപ്തുകാരൻ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ മോശയ്ക്ക് രക്തം തിളച്ചു. ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. മോശ എന്ത് ചെയ്തെന്നറിയാമോ? ആ ഈജിപ്തുകാരനെ തല്ലിക്കൊന്നിട്ട് അവിടെ കുഴിച്ചു മൂടി. എങ്ങനെയുണ്ട് ആള്? തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അത് ദൈവഹിതമാണെന്ന് കരുതപ്പെടാൻ പറ്റുകയില്ല. അത് ദൈവഹിതമായിരുന്നില്ല. അദ്ദേഹത്തിന് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഒളിച്ചോടേണ്ട ഗതികേടുണ്ടാവുകയാണ്. പിന്നെ അദ്ദേഹം ഒളിച്ചോടുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഒരു മരുഭൂമി അനുഭവത്തിലൂടെ മോശ കടന്നുപോയെന്ന് വേണേൽ പറയാൻ പറ്റും. അയാളുടെ ജീവിതം പിന്നെ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നു പോവുക. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ആസ്വദിച്ചുകൊണ്ട് ഫറവോയുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗം ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവജനത്തെ മുഴുവനും വിമോചിപ്പിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയുക്തനായിരുന്ന വ്യക്തി അവിടെ വെച്ച് ദൈവത്തിൻ്റെ ഹിതം വേണ്ടുവോളം ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാവണം അതുപോലൊരു ഒളിച്ചോട്ടത്തിൻ്റെ ദുരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതും
മരുഭൂമിയുടെ തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നതും, ഈ മരുഭൂമി അനുഭവങ്ങളിൽ ഒരുപാട് പ്രലോഭനങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ മോശ കടന്നു പോകുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹം മിദ്യാനിലെ പുരോഹിതൻ്റെ മകളായ സിപ്പോറയെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. സിപ്പോറ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കുരുവി എന്നാണ്. കുരുവി. അപ്പോൾ ഒരു കുരുവിക്കൂട്ടി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയപോലെ ഇരിക്കുന്നു. വലിയൊരു ദൗത്യം ഏൽപ്പിച്ചൊരു മനുഷ്യൻ അവിടെ നിന്നൊക്കെ ഒളിച്ചോടി വന്നിട്ട് മരുഭൂമിയിൽ ജത്രോയുടെ ആടുകളെ, അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ആ മകളെ കല്യാണം കഴിച്ച് അങ്ങനെ അവിടെ ജീവിക്കുന്ന നാളുകളിലാണ് ഒരു ദിവസം ഈ മരുഭൂമി കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും ഞാനിവിടെ സൂചിപ്പിച്ച ആ അദൃശ്യം, ആ അസാധാരണമായ ഒരു ദൃശ്യം കാണുന്നതും അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നതും. തീർച്ചയായിട്ടും മോശ തൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ പരിഹാരം ചെയ്തിട്ടുണ്ട്, പശ്ചാത്തപിച്ചിട്ടുണ്ട്, കണ്ണുനീരോടുകൂടി സമയം ചെലവഴിച്ചിട്ടുണ്ട്. അത് ദൈവം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആട് മേയിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ ദൈവം ഇടപെടുകയാണ്. അപ്പോൾ ഈ പാപത്തിൻ്റെ പാതുകങ്ങളാണ് അഴിച്ചു മാറ്റാൻ പറയുന്നത്. ഇന്നലകളിൽ ജീവിതത്തിലേക്ക് കടന്നു വന്ന പാപത്തിൻ്റെ പാതുകങ്ങൾ, പാപത്തിൻ്റെ പൊടിപടലങ്ങൾ, അഴുക്ക് മുഴുവനും എടുത്തു കളയാൻ, ഉപേക്ഷിക്കാൻ, മാറ്റിക്കളയാനായിട്ട് ദൈവം ആവശ്യപ്പെടുക. അപ്പം മലമുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വചനം ശ്രവിച്ചുകൊണ്ടൊരു ദൗത്യം സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ, പാപത്തിൻ്റെ അഴുക്കുകൾ മുഴുവനും മാറ്റിക്കളയണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞല്ലോ. ഓശാന തിരുനാളിൽ ഓശാനയുടെ കവാടം കടന്ന് വലിയ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ വലിയ ആഴ്ചയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പാപക്കറകളും കഴുകിക്കളയാൻ നമുക്ക് കഴിയണം. നന്നായിട്ട് കുമ്പസാരിച്ച് കണ്ണുനീരോടുകൂടി കർത്താവിൻ്റെ തിരുമുമ്പിൽ പാപക്കറകൾ മുഴുവനും കഴുകിക്കളഞ്ഞുകൊണ്ട് പുത്തനായിട്ടൊന്ന് ആരംഭിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വചനം നമ്മളെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. നമുക്കെല്ലാം ഓരോ ദൗത്യമുണ്ട്. കുടുംബത്തിലൊരു ദൗത്യമുണ്ട്. അപ്പൻ എന്ന ദൗത്യമായിരിക്കാം, അമ്മ എന്ന ദൗത്യമാകാം, ഭാര്യ, ഭർത്താവ്, സഹോദരൻ, സഹോദരി, മകൻ, മകൾ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ, അധ്യാപിക, വൈദികൻ, സന്യാസിനി, എന്തെല്ലാം ദൗത്യങ്ങളാണ് നമുക്കുള്ളത്. ഇങ്ങനെയുള്ളൊരു ദൗത്യം നമ്മളെ തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നന്നായി നിർവഹിക്കേണ്ടതെന്നുള്ളതിന് കർത്താവിൻ്റെ ശക്തിയും അവിടുത്തെ ഇടപെടലും നമുക്ക് അനുഭവിക്കാൻ പറ്റും അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ. അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഇന്ന് വിളിക്കുകയാണ്. ഈ വലിയ ആഴ്ചയിൽ പ്രത്യേകിച്ച് കർത്താവ് നമ്മളെ അതിനുവേണ്ടി നിയോഗിക്കുകയാണ്. ശാന്തമായി ഒന്ന് മാറിയിരിക്കുമ്പോഴാണ് ഇതെല്ലാം ലഭിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹം, അവിടുന്ന് തരുന്ന വചനം, ഇത് നമ്മൾ ആ കൃപയിൽ ഉൾച്ചേർന്നുകൊണ്ട് അനുഭവിക്കാൻ പറ്റണം. ഏലിയ പ്രവാചകൻ്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ. ഏലിയ പ്രവാചകന് കാർമൽ മലയിൽ, ദൈവത്തിൻ്റെ മലയിൽ സവിശേഷമായ വിധം ഒരു വലിയ ദൗത്യം നിർവഹിക്കാനുണ്ടായിരുന്നത് തിരിച്ചറിയുന്നു. ആ ദൗത്യം നിർവഹിച്ച് തിരിച്ചു വരുന്ന പ്രവാചകൻ തകർന്നവനായിട്ടാണ് വരുന്നത്. ദൗത്യം നിർവഹിച്ചു, എന്തായിരുന്നു ദൗത്യം എന്നൊക്കെ നമുക്ക് അറിവുള്ളതാണ്, ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ ഇത്തിരി അഹങ്കരിച്ചു കാണും. അതുകൊണ്ട് കൂടിയാവണം അദ്ദേഹം വല്ലാതെ പരിക്ഷീണിതനാകുന്നു, ഭയപ്പെടുന്നു, ജസബലിനെ പേടിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്നു. മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്ന പ്രവാചകൻ നിരാശനാണ്. ഒരു വാടാമത്സ്യയുടെ ചുവട്ടിൽ പോയി അദ്ദേഹം മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കാത്തു കിടക്കുകയാണ്. മരിച്ചാലും മെടുകലായിരുന്നു. ചിലപ്പോൾ നമുക്കും തോന്നാം, അല്ലേ, എന്തൊരു കഷ്ടപ്പാടാണ് ഇത്, മരിച്ചാലും മെടുകലായിരുന്നു, മടുത്തു, ഞാൻ ജീവിതം തന്നെ മടുത്തു. ചിലപ്പോൾ ഉള്ളിലെങ്കിലും തോന്നും, പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടും കാണും, മരിച്ചാൽ മതിയായിരുന്നു. പ്രവാചകൻ പോലും അങ്ങനെ ഒരു വേള ചിന്തിച്ചു. അപ്പോഴത്തെ ആ ദൈവത്തിൻ്റെ വചനം അവിടേക്ക് കടന്നു വരുന്നു. എന്താണ് ആ വചനം എന്ന് പറയുന്നത്? ഒരു മാലാഖയെ അയക്കുകയാണ്. ദൈവം തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മാലാഖയിലൂടെ സംസാരിക്കുകയാണ്. പ്രവാചകൻ കിടന്നുറങ്ങിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത് അപ്പവും ഒരു പാത്രം വെള്ളവുമായിട്ടാണ് ദൈവസാന്നിധ്യം അവിടെ എത്തുന്നത്. സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അപ്പവുമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം അവിടെ എത്തുകയാണ്. ചുടുകല്ലിൽ ചുട്ടെടുത്തിയ അപ്പവും ഒരു പാത്രം വെള്ളവുമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് പറഞ്ഞു, എടുത്തു ഭക്ഷിക്കുക. അയാൾ എടുത്തു ഭക്ഷിച്ചു, പിന്നെയും കിടന്നുറങ്ങി. നമ്മുടെ തനിപ്പകർപ്പ്. വചനം കൊണ്ടുപോലും തമ്പുരാൻ നമ്മളെ സ്പർശിച്ചിട്ടും കുർബാനയുടെ പോഷണം തന്നിട്ടും വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങുന്നു. ദൈവം കൈവിട്ടു പോകുന്നില്ല, തമ്പുരാൻ മാറിപ്പോകുന്നില്ല. കർത്താവ് പിന്നെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയാണ്, എടുത്തു ഭക്ഷിക്കുക, നിനക്കേറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. അയാൾക്ക് ബോധ്യമായി. അയാൾ ആ ഭക്ഷണത്തിൻ്റെ ശക്തി കൊണ്ട് 40 ദിനങ്ങൾ യാത്ര ചെയ്ത് ഹോറേബിലേക്ക് എത്തുന്നു. ഹോറേബിലെത്തിക്കഴിഞ്ഞ പ്രവാചകൻ അവിടെ കർത്താവിൻ്റെ വചനത്താൽ നിറഞ്ഞ് ജ്വലിക്കുകയാണ്. എന്നിട്ട് പിന്നെ ദൈവത്തിൻ്റെ സ്വരം ചോദിക്കുന്നു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അപ്പോൾ പ്രവാചകൻ പറയുന്നു, ഞാൻ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. വലിയ ഇടിനാദത്തിലും വലിയ സ്വരങ്ങളിലും കൊടുങ്കാറ്റിലും ഒന്നും ദൈവത്തെ കണ്ടില്ല, മറിച്ച് ഒരു മൃദുസ്വരത്തിൽ ദൈവത്തിൻ്റെ സ്നേഹസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്
എലിയ പ്രവാചകൻ പറയുന്നു, എൻ്റെ കർത്താവിനെ പ്രതിയുള്ള അതീവ തീക്ഷ്ണതയാൽ ഞാൻ ഉജ്ജ്വലിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുക. മലമുകളിലേക്ക്, കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് സാവധാനം കടന്നു വരിക. അവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, അവന് വേണ്ടി ദാഹിച്ചുകൊണ്ട്, വചനത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ശാന്തമായിട്ട് ഈ മലമുകളിൽ കാത്തിരിക്കുക. വചനത്താൽ നിറഞ്ഞവരായിട്ട്, വചനം നൽകുന്ന വെളിപ്പെടുത്തൽ സ്വീകരിച്ചവരായിട്ട്, ഹൃദയം ജ്വലിക്കുന്നവരായിട്ട് ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ പുതിയ തീക്ഷ്ണതയോടുകൂടി ആരംഭിക്കുക. കുടുംബനാഥൻ, നാഥ, വൈദികൻ, സന്യാസി, ഇങ്ങനെയൊക്കെയുള്ള നിലകളിലുള്ള നമ്മുടെ ദൗത്യങ്ങളൊക്കെ പുതിയ തീക്ഷ്ണതയോടുകൂടി ആരംഭിക്കുക. കർത്താവിൽ നിറഞ്ഞവനായിട്ട് വലിയ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെ വചനം നിറഞ്ഞവരായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. ആ വലിയൊരു അനുഭവത്തിന് വേണ്ടി തീക്ഷ്ണമായി നമുക്ക് ദാഹിക്കാം. ഈ ദൈവാനുഭവത്തിന് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ കൃപയിലേക്ക് ശാന്തമായി കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ മലമുകളിലേക്കൊന്ന് ശാന്തമായി സ്വസ്ഥമായി പ്രവേശിക്കാം. കർത്താവിൻ്റെ മലമുകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവൻ്റെ സാന്നിധ്യാനുഭവത്തിലേക്ക് കടന്നു ചെല്ലാം. അവൻ്റെ വചനാനുഭവത്തിലേക്ക് കടന്നു ചെല്ലാം. അവിടുന്ന് നൽകുന്ന രക്ഷാകരമായ വെളിപ്പെടുത്തലേക്ക് കടന്നു ചെല്ലാം. യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോയതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളെയും കൂട്ടിക്കൊണ്ട് ഈ വലിയ ആഴ്ചയിൽ ഈശോ ഒരു മലമുകളിലേക്ക് പ്രവേശിക്കുകയാണ്. ശാന്തമായിട്ട് മിഴിപൂട്ടി നമുക്ക് പ്രാർത്ഥനാപൂർവം ആ മലമുകളിൽ ആയിരിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെയും കൂട്ടി ഈ വലിയ ആഴ്ചയിൽ നിൻ്റെ സ്നേഹസാന്നിധ്യം തുടിക്കുന്ന, നിൻ്റെ കൃപയൊഴുകുന്ന, നിൻ്റെ വചനമാരി പെയ്യുന്ന മലമുകളിലേക്ക് കടന്നു വരികയാണല്ലോ. ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ തിരക്കുകളും ബഹളങ്ങളും ബാഹുല്യങ്ങളും എല്ലാം മറന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഈ മലമുകളിലേക്ക് നിന്നോടൊപ്പം ഞങ്ങളും കടന്നു വരുന്നു. നിൻ്റെ രക്ഷാകരമായ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, നിൻ്റെ കരുതലുള്ള സ്നേഹം അനുഭവിച്ചുകൊണ്ട് നിന്നോടൊപ്പമായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നല്ല തമ്പുരാനെ, കൈപിടിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തി നയിക്കണമേ. നിൻ്റെ സ്നേഹം ഞങ്ങളെ നിറയ്ക്കണമേ. പ്രിയപ്പെട്ട മകനാണ്, മകളാണ് ഞാൻ എന്നുള്ള വലിയ ആഴമേറിയ അവബോധത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുവരണമേ. ആബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാര്യതയുടെ ആത്മാവിനെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അപ്പ എന്ന് വിളിച്ച് ആ പിതാവിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ ഇരിക്കുവാൻ, ആ സ്നേഹത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, അങ്ങയോട് ചേർന്നുകൊണ്ട് ഓരോ നിമിഷവും ചിന്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഞങ്ങൾക്കിടയാവട്ടെ. നല്ല ഈശോയെ, അനുഗ്രഹിക്കുന്ന വലം കൈ നീട്ടി ഞങ്ങളെ ആശീർവദിച്ചാലും. അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, മാർത്തോമാ ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് നോക്കാം. സ്നേഹിച്ച് അപ്പമായി തീർന്ന നമ്മുടെ ഈശോ അനേക കൊടുങ്കാറ്റുകളെ ശാന്തനാക്കിയ നമ്മുടെ ഈശോ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് മുൻപിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സ്വർഗീയ നിമിഷമാണിത്. മാലാഖമാരാൽ വിശുദ്ധരാൽ പുകഴ്ത്തപ്പെടുന്ന ഈശോയെ നമുക്ക് പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ ആരാധിക്കാം. ഈ ആരാധനയിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. ദിവ്യകാരുണ്യ ഈശോയെ നോക്കി കരങ്ങൾ രണ്ടും യാചനയോടെ തുറന്നു പിടിച്ച് ഈ ഗാനത്തിൽ നമ്മൾ ആലപിച്ചതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ തമ്പുരാനോടൊപ്പമായിരിക്കാനുള്ള വലിയ കൃപ ഈ ആരാധനാ നിമിഷത്തിൽ തരണേയെന്ന് ആഗ്രഹിച്ച് അല്പനേരം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് അല്പനേരം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്ന ഈശോയെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കണ ഈശോയെ, അങ്ങയുടെ കൃപ നിറയ്ക്കണ കർത്താവേ, അങ്ങയുടെ കാരുണ്യം ചൊരിയണ ഈശോയെ. ഹല്ലേലൂയ. ഈശോയെ സ്തുതി, ദൈവമേ സ്തുതി, കർത്താവേ ആരാധന. ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന ഈശോയെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്ന ഈശോയെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ദിവ്യകാരുണ്യ ഈശോ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, വിശുദ്ധവാര ധ്യാനത്തിൻ്റെ ആദ്യ ദിവസത്തിലാണല്ലോ നമ്മളായിരിക്കുക. മോറിയ മുതൽ കാൽവരി വരെയുള്ള മലമുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വചന ശുശ്രൂഷയുടെ നിമിഷത്തിൽ. ഇതാ ഈ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈശോയോട് കൂടെ ഈശോയുടെ രൂപാന്തരീകരണ മലയിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്.
ഈശോ പ്രാർത്ഥിക്കുന്നതിനായി പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി കയറി ചെന്ന ഈശോയുടെ രൂപാന്തരീകരണ മല. ഇതാ ഈ രൂപാന്തരീകരണ മല നമുക്ക് ചില ഉന്നതമായ ചിന്തകൾ നൽകുന്നു. ഇത് ദൈവീക സാന്നിധ്യത്തിൻ്റെ ഒരു ഉന്നതിയാണ്. ഇത് ദൈവം തന്നെ വെളിപ്പെടുത്തപ്പെടുന്ന ഒരു മലയാണ്. വചനത്താൽ നമ്മെ വിശുദ്ധീകരിച്ച് വലിയ ദൗത്യം നമ്മെ ഭരമേൽപ്പിക്കുന്ന ഒരു മലയാണ്. ദൈവികമായ ശക്തി സംഭരിച്ച് മോശയെപ്പോലെ വലിയ ദൗത്യവുമായി ഇറങ്ങി പുറപ്പെടാൻ ദൈവം വിളിച്ചിരിക്കുന്ന ഒരു മലയാണ്. നമുക്ക് ഏറ്റവും പ്രാർത്ഥനാ നിർഭരമായി ഈശോയുടെ ഈ രൂപാന്തരീകരണ മലയിൽ നമുക്കായിരിക്കാം. ഈശോയോടൊപ്പം ഈ മലയിലായിരിക്കുമ്പോൾ ഒരു വലിയ കാഴ്ചപ്പാട് നമ്മിൽ നിറയട്ടെ. ക്രൈസ്തവ ജീവിതം എന്നത് മറുരൂപ മലയിൽ നിന്ന് കുരിശുമലയിലേക്കുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ട് ഈ മറുരൂപ മലയിലായിരിക്കുമ്പോൾ വിശുദ്ധ മത്തായി ശ്ലീഹ പറയുന്നത് പോലെ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങിയ ഒരു മുഖഭാവം നമുക്ക് ഈശോയിൽ കാണാനാവണം. അതുകൊണ്ടല്ലേ സങ്കീർത്തകൻ പറയുന്നത്, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അതെ, ആ പ്രകാശപൂരിതമായ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്താം. കർത്താവ് തൻ്റെ കരം നീട്ടി നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന നിമിഷമാണിത്. ആ തിരുമുഖത്തിൻ്റെ ചൈതന്യം മുഴുവൻ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ട നിമിഷമാണ്. അതുകൊണ്ട് ഇതൊരു സമർപ്പണത്തിൻ്റെ നിമിഷമാവട്ടെ. അവൻ്റെ കൈകൾ നീട്ടി നമ്മെ തലോടുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന ആ വലിയ കാരുണ്യത്തിൻ്റെ മുൻപിലേക്ക് ഈശോയുടെ മനസ്സോട് ചേർന്ന് ഈ മറുരൂപ മലയിലായിരിക്കാനുള്ള കൃപ ഈ നിമിഷം തരണേയെന്ന് ആഗ്രഹിച്ച് നമുക്കൊരുമിച്ച് ഈ ഗാനത്തിൻ്റെ ഈരടികളോട് ചേരാം. കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുനാഥ, വണങ്ങുന്നു ഞാനങ്ങയെ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നമുക്ക് കണ്ണുകളടച്ച് ഇരു കരങ്ങളും നമ്മുടെ ഹൃദയത്തോട് ഒന്ന് ചേർത്ത് വയ്ക്കാം. ഈ മറുരൂപ മലയിൽ നമ്മളായിരിക്കുമ്പോൾ ഈശോയോട് മോശയും ഏലിയായും ഈശോയുടെ കടന്നു പോകലിനെ കുറിച്ച് സംസാരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. എൻ്റെ ജീവിതത്തിലും ഒരു കടന്നുപോകൽ ആവശ്യമാണെന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് സ്വന്തമാക്കാം. ഈ വിശുദ്ധ വാരത്തിൽ ഈശോയുടെ പെസഹ രഹസ്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായി ധ്യാനിക്കുന്ന ദിവസങ്ങളാണല്ലോ.
സഭ മുഴുവൻ്റെയും വാർഷിക ധ്യാനമെന്ന് ബെനഡിക്റ്റ് പാപ്പ 50 നോമ്പിനെ കുറിച്ച് പറഞ്ഞു വച്ചല്ലോ. ഈശോയുടെ ആ രൂപാന്തരീകരണത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് നമ്മളിലും ഒരു രൂപാന്തരീകരണം സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നോക്കിക്കാണാൻ വിശുദ്ധിയുള്ള ഒരു ഹൃദയത്തെ തരണമേ എന്ന് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയവിശുദ്ധിയുള്ളവർക്കാണല്ലോ ദൈവത്തെ കാണുവാൻ സാധിക്കുക. ദൈവ സ്നേഹത്തിൻ്റെ ഉന്നതമായ പ്രകാശനമാണല്ലോ ഈ രൂപാന്തരീകരണ മലയിൽ നമുക്ക് ദർശിക്കാനാവുക. ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഈശോയെ, നീ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്നതിൻ്റെ വലിയ അർത്ഥം ഗ്രഹിക്കാൻ, ഈശോയെ, നീ ഭൂമിയിൽ ജീവിച്ച് പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തതിൻ്റെ വലിയ രഹസ്യത്തെക്കുറിച്ച് ധ്യാനിക്കാൻ ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ എന്ന് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഈരടുകളിലൂടെ ഈശോയുടെ പെസഹാ രഹസ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന വലിയ ആഴപ്പെട്ട ചൈതന്യത്തെ സ്വന്തമാക്കാൻ നമുക്കൊരുങ്ങാം. എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ, അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറക്കേണമേ, അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ. എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനായീശോ, എല്ലാം എനിക്കെൻ്റെ ഈശോ, എൻ്റെ ജീവൻ്റെ ജീവനായീശോ. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ ആ രൂപാന്തരീകരണത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഗ്രഹിക്കാനാവാതെ പോയ ശിഷ്യന്മാരെ നമുക്ക് കാണാം. അതുകൊണ്ടല്ലയോ പത്രോസ് പറയുകയല്ലേ, ഞങ്ങൾ 3 കൂടാരങ്ങൾ പണിയാം. പത്രോസിൻ്റെ വാക്കുകളിൽ നിഴലിക്കുക, ഈ മറുരൂപമലയിലായിരിക്കുക സുഖകരമായ അനുഭവമാണ് എന്നതാണ്. ഈശോയുടെ വാക്കുകളിൽ നമുക്ക് തിരിച്ചറിയാനാവും, ഈ മറുരൂപമലയുടെ സുഖത്തിൽ നിന്നും നാളെ ഞാൻ എത്തിച്ചേരേണ്ട ഒരു കുരിശുമലയുടെ ദൗത്യം, അത് പറഞ്ഞു തരാൻ ഈശോ ആഗ്രഹിക്കുന്നു എന്നത്. ഈ വിശുദ്ധ വാരത്തിൽ നമ്മളായിരിക്കുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും രൂപാന്തരീകരണത്തിൻ്റെ സുഖമനുഭവിച്ച് കഴിയാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ആരാധനയിൽ ഞങ്ങളായിരിക്കുന്നത് നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഭാരം കുറയ്ക്കുക എന്നതിനേക്കാൾ
ആ ഭാരം ചുമക്കാനുള്ള തോളിൻ്റെ കരുത്തു തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാമെന്ന് ഈശോയുടെ പീഡാസഹനത്തെ അടുത്ത് അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പിന്നാലെ യാത്രയാവാനുള്ള ഒരു തീരുമാനം നമുക്കെടുക്കാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നോക്കി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ രൂപാന്തരീകരണ മലയിൽ ആയിരിക്കുവാൻ എന്നെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, സ്വർഗീയ രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ മഹത്വത്തിലേക്ക് യാത്ര ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. നല്ല ഈശോയെ, ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ സഹനങ്ങളുടെ കാഴ്ചപ്പാടുകളെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, ഈ മലയിൽ നിന്നും അങ്ങയോട് കൂടെ യാത്ര ചെയ്ത് എൻ്റെ രക്ഷ നേടിയെടുത്ത കാൽവരി മലയുടെ മുകളിലേക്ക് എത്തിച്ചേരുവാൻ എന്നെ സഹായിക്കണമേ. ദൈവമേ, മാനസാന്തരത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ യാത്ര തുടരുവാൻ എന്നെ സഹായിക്കണമേ. തുടർന്ന് ആലപിക്കുന്ന ഗീതത്തോട് ചേർന്ന് ദൈവമേ, അറിവിനെ അതിശയിക്കുന്ന വലിയ സ്നേഹം ഞങ്ങൾ നിറയ്ക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിശയിക്കും സ്നേഹമാണീശോ, കരുണയായി പെയ്തിറങ്ങും സ്നേഹമാണീശോ. എല്ലാം അറിയും, എല്ലാം കേൾക്കും, എന്നുമെന്നും കാത്തിരിക്കും സ്നേഹമാണീശോ. കരുണയോടെ തേടിയെത്തും കരുതലാണീശോ. ദൈവത്തിൻ ഭാവമാണത്. അറിവിനെ അതിശയിക്കും സ്നേഹമാണീശോ, കരുണയായി പെയ്തിറങ്ങും സ്നേഹമാണീശോ. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ശിരസ്സുകൾ നമിച്ച് നിൽക്കാം. നമ്മുടെ ഉള്ളിൽ ചില പ്രാർത്ഥനകൾ ഉയരട്ടെ. കർത്താവേ, ജീവിതത്തിലെ കുരിശ് യാത്രയിൽ മുന്നോട്ട് പോകാൻ ആവശ്യമായ കരുത്ത് അങ്ങിൽ നിന്നും സ്വീകരിക്കാൻ
എന്നെ സഹായിക്കണമേ എന്ന് ഉത്ഥാനത്തിൻ്റെ ഉന്നതിയിലേക്ക് പ്രവേശിക്കാൻ ഈശോയെ നീ എന്നെ ആശീർവദിക്കണമേ എന്ന് ഈശോയെ കുരിശോടുകൂടി പലപ്പോഴും നിലത്ത് വീണ് പോയിട്ടുള്ളവരാണ് ഞങ്ങൾ. ഈശോയെ, ഞങ്ങൾ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. എന്നാൽ അങ്ങയോട് ചേർന്ന് ആ കുരിശുകളെ വഹിക്കാനും ഈ ജീവിതബലി പൂർത്തിയാക്കാനും നിത്യജീവനിലേക്ക് നിരന്തരം നടന്നെടുക്കാനും ഈ വിശുദ്ധവാരവും ഈ 50 നോമ്പും ഈശോയെ അങ്ങയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഞങ്ങളിൽ നിറയട്ടെ എന്ന് ഒരു നിമിഷം നിശബ്ദതയോടെ എളിമയോടെ പ്രാർത്ഥിക്കാം. ഈ മറുരൂപമലയിൽ നിന്നും ഈശോ നമുക്ക് നൽകുന്ന വലിയ ചിന്തകൾ നമുക്ക് ഹൃദയത്തിൽ സ്വന്തമാക്കാം. നല്ല ചില തീരുമാനങ്ങൾ ഈശോയുടെ പാദാന്തികത്തിലായിരുന്ന് നമുക്ക് സ്വീകരിക്കാം. ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് മുട്ടുകൾ കുത്താം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുരരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.